ഇന്ന് സെപ്റ്റംബർ 6. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിയുന്ന വരെ എൻ്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്തോ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആരും ഓർക്കാറില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് പറയും എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ എന്ന് പറയും. എന്നാൽ കരുതി കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും, കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന എൻ്റെ ഏട്ടൻ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തില്ല, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറം എൻ്റെ ബർത്ത്ഡേ ഒരു മീനിങ് ഫുൾ ആക്കി തന്നത് എൻ്റെ ഏട്ടനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് എല്ലാ ബർത്ത്ഡേക്കും തരുന്നത് എന്നെ അറിയാത്ത, ഞാനറിയാത്ത കുറേ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഏട്ടൻ എന്നോട് പറയാറുള്ളത്, നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലാക്കാനാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്, ഗിഫ്റ്റ് വാങ്ങുന്നത്, ഫുഡ് വാങ്ങുന്നത്. നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ അത് എന്ന് വേണമെങ്കിൽ വാങ്ങാം, ഒരു ബർത്ത്ഡേ വേണമെന്നില്ല. അപ്പം നമ്മുടെ ബർത്ത്ഡേക്ക് കടയിൽ പോയി വാങ്ങാൻ പറ്റാത്തതാണ് നമ്മുടെ ഫാമിലിയിലല്ലാത്തവരിൽ നിന്നൊരു മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥന എന്നത്. നമ്മളിന്നും നമ്മുടെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അടുത്ത വർഷവും നമ്മൾ നന്നായി പോട്ടെ എന്നേ ആഗ്രഹിക്കുള്ളൂ, എത്ര സെലിബ്രേറ്റ് ചെയ്താലും. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കേക്ക് വാങ്ങി കുറച്ച് ഡെക്കോർ ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ തീരും. പക്ഷെ നമ്മൾ ആർഭാടകരമാക്കുന്ന കാശിൽ നിന്നും കുറച്ച് കാശ് ഉപയോഗിച്ച് ഇവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഇവരുടെ മുമ്പിൽ ഒരു കേക്ക് കട്ട് ചെയ്താൽ ഒരുപാട് അമ്മമാർക്ക് മക്കളില്ലാത്തതും മക്കൾ ഉപേക്ഷിച്ചു പോയവരും അസുഖമുള്ളവരും അവർക്ക് മനസ്സിലൊരു സന്തോഷമായിരിക്കും. നമുക്ക് അവരുടെ മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുമാണ്. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്നാണ്. ഇതിപ്പോൾ ഈ വീഡിയോ ഞാനിടുന്നത് ഞാൻ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാനിതിൽ ഇൻഫ്ലുവൻസ് ആയത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. ഇന്നത്തെ സമൂഹം ഒരു സ്റ്റാറ്റസ് ഇടുന്നതിനോ സ്റ്റോറി ഇടുന്നതിനോ വേണ്ടി ഒരു നല്ല ഫോട്ടോയോ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ആഡംബരമാക്കുന്നവരാണ് കേട്ടോ. അല്ലാത്തവരും ഉണ്ട്, മറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ മെമ്മറബിൾ ആക്കുക, അതിന് ആഡംബരം അവരതൊരു വഴിയായി കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാനില്ലാത്തതുകൊണ്ട് അച്ഛനും എവിക്കും കൂടിയാണ് കേട്ടോ അവർക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യുന്നത്. ഈ 26 വർഷത്തിൽ ഞാനാകെ 3 തവണയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളറിയാതെ നമ്മളെ ഓർക്കുന്ന കുറച്ച് ഫ്രണ്ട്സും കസിൻസും ഉണ്ട്, അവരെനിക്ക് സർപ്രൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ 3 കേക്ക് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ 3 കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെയുള്ള എൻ്റെ ഈ ബർത്ത്ഡേ കല്യാണത്തിന് ശേഷം ഇങ്ങനെയാണ്. അതിനു മുമ്പ് ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അതങ്ങനെയാണ്. ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമുള്ളൊരു സംഭവമാണോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ.